അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരുപാട് ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് മുഹറം മാസത്തിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ. മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അഫ്ളൽ സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമദാനിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പുള്ളത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യമാക്കിയത് ആശുറ നോമ്പിനെ കുറിച്ചു കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തായിരുന്നപ്പോഴും ഒരു നിർബന്ധ സ്വഭാവത്തിൽ ഈ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. കാരണം അവിടെ ഇബ്രാഹിമി മദ്ഹബിലാണ് മക്ക നിവാസികളായ ആളുകൾ ജീവിച്ചിരുന്നത്. ആ അടിസ്ഥാനത്തിൽ ഒരു സമ്പ്രദായം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിർബന്ധ ബാധ്യതയായി നിർബന്ധ സ്വഭാവത്തിലൂടെയാണ് ഇതനുഷ്ഠിച്ചു പോരുകയുണ്ടായത്. ഹിജറയ്ക്ക് ശേഷം മദീനയിലെത്തിയപ്പോൾ അവിടെ യഹൂദരായ ആളുകളും ഈ നോമ്പനുഷ്ഠിക്കുന്ന നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി അവരുടെ നോമ്പനുഷ്ഠാനത്തിൻ്റെ കാര്യം എന്താണെന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ കൂടിയും അവർ തമ്മിൽ ചില കാര്യങ്ങളിൽ ഇണക്കത്തിലും ബന്ധത്തിലുമാണുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയുണ്ടായി, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന്. അപ്പോൾ അവർ അതിന് മറുപടി പറഞ്ഞത്, പൂർവികനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ബനി ഇസ്രായേൽ സമൂഹത്തെയും ഫറോവയുടെ നിർദ്ദയമായ മർദ്ദനങ്ങളിൽ നിന്നും കിരാതമായ ഭരണവ്യവസ്ഥയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച ദിനത്തിൻ്റെ ഓർമ്മ പെരുന്നാളെന്ന നിലക്കാണ് ഞങ്ങൾ ഈ നോമ്പ് രക്ഷിച്ചു വരുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂസയോട് ഏറ്റവും അവകാശപ്പെട്ടവനും അടുത്തവനും ഞാനും ഈ നോമ്പ് രക്ഷിക്കുകയാണ് എന്ന നബി പ്രഖ്യാപനം ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിവര്യന്മാർ ചോദിക്കുന്നുണ്ട്, ഈ നോമ്പിൻ്റെ സവിശേഷതയും ഗുണവും എന്ത് എന്ന്. അപ്പോൾ നബി പറഞ്ഞത്, ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷകാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ ചെയ്ത മുഴുവൻ പാപങ്ങളെയും പുറത്തു കളയുവാൻ ഈ നോമ്പ് ഒരൊറ്റ നോമ്പ് കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം ചെയ്യുകയും ചെയ്തു. സഹാബിവര്യന്മാർ പിന്നീടൊരു സന്ദർഭം നബിയോട് പറയുന്നുണ്ട്, നബിയെ, നമ്മളും യഹൂദരായവരും ഒരേ രൂപത്തിലും ഒരേ ദിവസത്തിലുമാണ് ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ 9ാമത്തെ നോമ്പ് കൂടി അനുഷ്ഠിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം ചെയ്തു. അടുത്ത വർഷം നബി ജീവിക്കുകയുണ്ടായില്ല, നബി ഇഹലോകവാസം വെടിയുകയും ചെയ്തു. അപ്പോൾ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആഗ്രഹം നബി ബാക്കി വെച്ചിട്ടാണ് പോയത്. ആ ആഗ്രഹം നിറവേറ്റുക എന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. മുഹറം മാസം 9ാം തീയതിയിലെയും 10ാം തീയതിയിലെയും നോമ്പ് അനുഷ്ഠിക്കുക എന്നത് നമ്മൾക്കൊരു ബാധ്യതയായി മാറുന്നുണ്ട്. അപ്പോൾ സാധ്യമാകുന്ന നമ്മൾ ഓരോരുത്തരും ഒരു വർഷക്കാലഘട്ടത്തിലെ പാപകൃത്യങ്ങൾ മുഴുവനും പുറത്തു കിട്ടുവാൻ പാകപ്പെടുന്ന ഈ മഹത്തായ നോമ്പ് അനുഷ്ഠിക്കുവാൻ നാം ശ്രദ്ധാലുക്കളാകണം. താല്പര്യപൂർവ്വം അത് നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാണ് നോമ്പ്, എപ്പോഴാണ് നോമ്പ് എന്ന കാര്യങ്ങളൊക്കെ അറിയാനും മറ്റും ഒരുപാട് സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ ലഭ്യമാണ്. ആ അടിസ്ഥാനത്തിൽ സാധ്യമാകുന്നവർ 9ാം തീയതിയിലെയും 10ാം തീയതിയിലെയും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ഈ പ്രതിഫലം ഏറ്റുവാങ്ങുന്ന സൗഭാഗ്യശാലികളായി തീരുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ നാം ഏവരെയും അതിന് തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.